ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആമേ സ്തോത്രം ഹാലലി നിയോഗമായി ആമേ നിങ്ങളോട് സംസാരിപ്പാൻ എനിക്ക് നൽകിയ ആ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. പാഠഭാഗമായി വായിച്ച വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആമേ സ്തോത്രം 13-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഒരിക്കൽ കൂടി 13-ാം അധ്യായം അതിൻ്റെ ആമേ 16-17 വചനഭാഗങ്ങൾ ഒരാണ് വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ച് അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലപ്പഴക്കം ചെന്ന 18 വർഷം നീണ്ടുപോയ ഒരു സഹോദരിയുടെ വിഷയമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് 18 വർഷം കൊണ്ട് ഒരു സഹോദരി കൂനിയായിരിക്കുകയാണ്. ഒത്തിരി വർഷക്കാലമായി ആ സഹോദരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നാളിതു മുതൽ അവളുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ല, ഒരു സൗഖ്യം അവൾക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ല. കാരണം ആ സഹോദരിയുടെ പ്രാർത്ഥന, ദൈവമേ എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 18 വർഷക്കാലമായി കർത്താവിൻ്റെ സന്നിധിയിൽ ആ സഹോദരി ഒഴുക്കിയ കണ്ണുനീര് സ്വർഗത്തിലെ ദൈവം കണ്ടപ്പോൾ 18-ാമത്തെ വർഷം അവൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ ദൂത് ദൈവം എനിക്ക് തരുമ്പോൾ ആമേ സ്തോത്രം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കാലപ്പഴക്കം ചെന്ന ചില വിഷയത്തെ ദൈവം ഇന്ന് പകലിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ ആ തടസ്സത്തെ അടിച്ചു മാറ്റി, ആ പ്രതികൂലത്തെ അടിച്ചു മാറ്റി ചില കുടുംബങ്ങളിലേക്ക് ദൈവം വിടുതലയക്കാൻ പോകുകയാ. കാലപ്പഴക്കം ചെന്ന വിഷയങ്ങൾ ഇനി ഒരു സാധ്യതയില്ലെന്ന് നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി പിശാച് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ചിലതിനെ അറസ്റ്റ് ചെയ്ത് ദൈവത്തിന്റെ ദൂതനിറങ്ങി ദൈവം എവിടെയാണോ വിടുതൽ അയക്കേണ്ടത്, വിടുതൽ അയക്കേണ്ട സ്ഥാനത്ത് ദൈവം തന്റെ ദൂതനയച്ച് വിടുതൽ അയക്കുന്ന ഒരു പകലാണ്. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുകയാ, ചിലത് അഴിയാൻ പോകയാ, ചിലത് അഴിയാൻ സമയമായി, ചില കെട്ടുകൾ പൊട്ടാൻ സമയമായി. നിന്നെ വരിഞ്ഞു മുറുക്കി കെട്ടി വെച്ചിരിക്കുന്ന നിന്റെ മൈൻഡിനെ, ചിന്തയെ മരയിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില പ്രതികൂലങ്ങൾ ചില വർഷങ്ങളായി, ചില കാലവർഷങ്ങളായി നിന്റെ പ്രാർത്ഥനയെ മരയിപ്പിച്ച് നിന്റെ റൂട്ടിനെ മാറ്റി നിന്നെ തെറ്റിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കുടിയിരിപ്പിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ ഈ ദൂത് പറയുമ്പോൾ തന്നെ ഇത് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ചില കുടുംബങ്ങളിൽ നിന്ന് ചില പ്രതിസന്ധികൾ ആമേൻ അഴിയുകയാ, അഴിയാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ. ആമേൻ. നീ കണ്ണുനീരൊഴുകി കരഞ്ഞ ചില വിഷയത്തിന്റെ മറുപടി ദൈവം ഇന്ന് പകൽക്കാലം അയക്കാൻ പോകുകയാ. അതാ പറഞ്ഞ് ചിലത് അഴിയാൻ സമയമായി, ചിലത് കത്താൻ സമയമായി, ചിലതിനെ ദൈവം പൊട്ടിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ചു വെച്ച നന്മകൾ, നിന്റെ തലമുറയുടെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയ ദുഷ്ടവ്യാപാരങ്ങൾ, ചിലരെ വിധവകളാക്കി മാറ്റിയ ചില പൈശാചിക ശക്തികൾ, ചിലരുടെ കുടുംബ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞ ചില പൈശാചിക ബാധകൾ യേശുവിൻ നാമത്തിൽ അഴിയുന്നു.
കരമടിക്കാൻ കഴിയുന്നുള്ളവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തെന്ന് ആരാധിച്ച് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുകയാ, എന്തൊക്കെയോ ചില ശരീരങ്ങൾ ദൈവം അഴിച്ചുവിടാൻ പോകുകയാ. നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത്, നീ ചിന്തിക്കാത്ത മണ്ഡലത്തിൽ ദൈവം ചിലർ അഴിച്ചുവിടാൻ പോകുകയാ ഇന്ന് പകലിൽ. ആമേൻ ഹല്ലേലൂയ. നീ സങ്കടപ്പെട്ട്, നീ ഭാരപ്പെട്ട്, നീ കണ്ണുനീരൊഴുകി കരയുന്ന ചില വിഷയത്തിനകത്ത് അതിന്റെ മറുപടി വെളിപ്പെടാൻ പോകുന്നു. ദൈവം എന്തൊക്കെയോ അഴിച്ചുവിടുന്നുണ്ട്. കുരുക്കി വെച്ചിരിക്കുന്ന ചിലതിനെ കുരുക്കിനകത്തിട്ട് കുരുക്കിയിട്ടിരിക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എന്നെ ഓർപ്പിക്കുകയാ, നിന്റെ തലമുറയായിരിക്കുന്ന ഇടത്ത്, നിന്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന ഇടത്ത്, അവൻ നിന്റെ ബിസിനസിനെ തടഞ്ഞ, നിന്റെ ജോലിയെ തടഞ്ഞ, നിന്റെ ഭാവിയെ ബന്ധിച്ച, നിന്റെ നന്മയെ അടച്ചു വെച്ച ചില പൈശാചിക പോരുകൾ യേശുവിൻ നാമത്തിൽ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സ്നേഹിത, നിന്റെ തലമുറയ്ക്കെതിരെ വന്ന അവ ചില പ്രതികൂലങ്ങൾ ഇന്ന് പകലിൽ അഴിയപ്പെടട്ടെ. കരമടിച്ച് കരം തട്ടി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. നിന്റെ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, നിന്റെ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, എന്റെ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. ആമേൻ. സ്വർഗ്ഗത്തിലെ വാളിറങ്ങി ചിലതിനെ വെട്ടുകയാ. ഹല്ലേലൂയ. ഈ ആരാധനയിൽ ചിലത് അഴിയും, ഈ ആരാധനയിൽ ചിലത് കത്തും, ഈ ആരാധനയിൽ ചിലത് എരിയും എരിയും എരിയും. കരമടിച്ചു ഹല്ലേലൂയ. കർത്താവ് ആരാധനയിൽ ഇറങ്ങിയാൽ, ദൈവം ആമേൻ ആരാധനയിൽ ഇറങ്ങിയാൽ സാന്നിധ്യത്തെ മറച്ചു വെക്കാൻ കഴിയത്തില്ല. സാന്നിധ്യം ഉള്ളിടത്ത് വിടുതൽ നടക്കും. ആമേ വിടുതൽ ഉള്ളിടത്ത് പിശാചിന് ആമേ ഹല്ലേലൂയ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അവൻ ഏത് പ്രതിസന്ധിയും ഉണ്ടാക്കും, അവൻ ഏത് ബുദ്ധിമുട്ടും ഉണ്ടാക്കും. അതുകൊണ്ട് തളർന്നു പോകരുത്. എന്റെ കർത്താവ് വന്നാൽ 5 മിനിറ്റ് വേണ്ട ഒരു ശവത്തെ എഴുന്നേൽപ്പിക്കുവാൻ, 5 മിനിറ്റ് വേണ്ട ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ, 5 മിനിറ്റ് വേണ്ട മരിച്ചു മാറ്റം വെച്ച ലാസറിനെ പുറത്തെടുക്കുവാൻ, 5 മിനിറ്റ് വേണ്ട ഒരു കുഷ്ഠരോഗി ശുദ്ധമാക്കുവാൻ. യേശു വന്നാൽ അവസ്ഥ മാറും, അന്തരീക്ഷം മാറും. ഇന്ന് പകലിൽ ഈ ദൂത് ശ്രവിക്കുന്ന പ്രിയ ശ്രോതാവ്, ഈ ദൂത് അനുഭവിക്കുന്ന, ഈ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി യേശു ഒരു അത്ഭുതം. കരമടിച്ച് ദൈവസന്നിധിയിൽ എല്ലാവരും ഒന്ന് ആരാധിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ഒരു വീട്ടിൽ ചെന്നാൽ മറഞ്ഞിരിക്കുന്ന ചില ദുർഭൂത ശക്തികൾ പുറത്തു വരും. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട്, നാളുകൾ കൊണ്ട് നിന്റെ വഴിയെ മുടക്കിയ, ആമേൻ, നിന്റെ ഭാവിയെ അടച്ചു വെച്ച, നിന്റെ നന്മയെ അടച്ചു വെച്ച, നിന്റെ ഉപജീവന മാർഗത്തെ, നിന്റെ തൊഴിലിന്, നിന്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ അഡ്മിഷന്, ആമേൻ ഹല്ലേലൂയ, അടച്ചു കെട്ടിയ ചില മണ്ഡലങ്ങൾ, പ്രിയ യൗവനക്കാരാ, പ്രിയ യൗവനക്കാരിയെ, നിന്റെ ഭാവിയുമായി ബന്ധിച്ച് നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നോ ഇരുട്ട് മുറിക്കകത്ത് നിന്നെ ഒതുക്കി വെച്ച ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. അന്തരീക്ഷം മാറുന്നത് പോലെ ഈ വചന നിന്റെ പുരക്കകത്ത് കയറി വരുമ്പോൾ ചില കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ 3 ദിവസം ജനം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, 3-ാം ദിവസം ആരാധന കഴിഞ്ഞ് ജനത്തെ പിരിച്ച് ആശീർവാദം പറഞ്ഞ് ജനത്തെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. 5 മിനിറ്റ് എടുത്തില്ല. 5000 പുരുഷന്മാർക്കും അവരുടെ ഭാര്യമാർക്കും അവരുടെ മക്കൾക്ക് എന്റെ ദൈവം 5 മിനിറ്റ് എടുത്തില്ല. അവൻ അപ്പം വർഷിപ്പിച്ചു. ഇന്ന് പകൽ നീ കൊണ്ടുവന്ന വിഷയ, നീ ചുമന്നു കൊണ്ടുവന്ന വിഷയ എത്ര കഠിനമായാലും, അത് എത്ര പ്രതിസന്ധി ഉള്ളതായാലും, എന്റെ ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് വേണ്ട, അന്തരീക്ഷം മാറാൻ പോകുകയാ. ആത്മാവിൽ ഹല്ലേലൂയ. ഈ ദൂത് സ്വീകരിക്കുന്ന ദൈവ പൈതല്, ഇന്ന് പകല് നിന്റെ വിടുതല,
നീ കണ്ണുനീരൊഴുകി കരഞ്ഞ ചില വിഷയത്തിന്റെ മറുപടിയാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത്. ഹല്ലേലൂയ. ഇവിടെ 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒന്ന് വായിച്ചേ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ. അവിടെ 18 വർഷമായി ഒരു രോഗാത്മാവുള്ള, നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ആ ദേവാലയത്തിനകത്തുണ്ടായിരുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. 18 വർഷം ഒരു രോഗം ചുമന്ന സഹോദരി. ശ്രദ്ധിച്ചേ. ഓരോ ആഴ്ചയിലും അവൾ പള്ളിയിൽ വരുമ്പോൾ അവൾ മുട്ടുകുത്തി ദൈവത്തോട് കരയും. ദൈവമേ, എന്റെ രോഗത്തെ സൗഖ്യമാക്കണമേ. പള്ളിക്കാരും പട്ടക്കാരും അത് കേട്ടുമില്ല കണ്ടുമില്ല. പക്ഷേ എന്റെ ദൈവം അത് കേൾക്കുവാനിടയായി. ആമേൻ. അവളെ യേശു കണ്ടു. ഹലോ, ആലയത്തിനകത്ത്, പള്ളിക്കകത്ത് ഒതുക്കപ്പെട്ടവളായി, ഒറ്റപ്പെട്ടവളായി, കഴിഞ്ഞ 18 വർഷമായി രോഗം പിടിക്കപ്പെട്ടവളായി, ഒരു വിടുതലുമില്ലാതെ അവൻ നിറകണ്ണുകളുമായി ദൈവസന്നിധിയിൽ, ദൈവാലയത്തിനകത്ത് അവൾ വന്നിരുന്ന് കരഞ്ഞപ്പോൾ അവരുടെ കരച്ചിൽ കണ്ട് യേശു ഇറങ്ങി. ഓ, ഇന്ന് പകൽ നീ കൊണ്ടുവന്ന വിഷയം, നീ ഭാരപ്പെടുന്ന വിഷയം എന്റെ കർത്താവ് കണ്ടിരിക്കുകയാ. നിന്റെ ഭവനത്തിൽ നീ തിരിച്ച് കാല് കുത്തുന്നതിന് മുമ്പ് ചില വിടുതലുകൾ, ചില തലമുറകളിൽ അവൻ നിന്റെ നന്മകളിൽ, നിന്റെ ബിസിനസ്സുകളിൽ ദൈവം വർഷിപ്പിക്കാൻ പോവുകയാ. സ്തോത്രം. ഓരോ ആഴ്ചകളിലും ആ സഹോദരി ദൈവാലയത്തിൽ വന്നിരുന്ന് കരയും. നമുക്കറിയാം, ചിലർ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പൊട്ടി കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ മാനുഷികമായ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? പക്ഷെ ഈ പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലമാ ദേവാലയം. പണ്ട് ഒരു സഹോദരി വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ സ്വസ്ഥതയില്ലാതെ വന്നപ്പോൾ അവൾ ദൈവാലയത്തിൽ ചെന്ന് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെയും പ്രതികൂലം അവൾക്കെതിരെ കടന്നു വന്നു. ആമേൻ. ആരിൽ കൂടി എന്നറിയാവോ? അവിടെ ശുശ്രൂഷിക്കുന്ന ഏലി എന്ന പുരോഹിതനിൽ കൂടിയാ. സ്തോത്രം. കാരണം മനവസനത്തോടെ കണ്ണുനീരൊഴുകി കരയുന്ന ഹന്നയുടെ പ്രാർത്ഥന വരെ തടയുവാൻ അവ പള്ളിക്കകത്തും ദുർഭൂതം മറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ നിന്റെ വിഷയത്തിന്റെ മറുപടിയെ തടഞ്ഞു വെച്ച ആ പൈശാചിക ശക്തികളെ ഇന്ന് പകൽ ദൈവം അടിച്ചുകൊണ്ട് അതാ പ്രാരംഭത്തിൽ ദൂത് പറഞ്ഞ് എന്തൊക്കെയോ അടിച്ചുവിടാൻ പോകുന്നു. ഏതൊക്കെയോ ഭവനങ്ങളിൽ വിടുതൽ ഇറങ്ങാൻ പോകുന്നു. നാളുകൾ കൊണ്ട് കെട്ടിക്കിടക്കുന്ന വിഷയങ്ങൾ, നീ കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയങ്ങൾ ഇന്ന് പകലിൽ അതിന്റെ മറുപടി ഇറങ്ങുകയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ സഹോദരി പ്രാർത്ഥനയിൽ മടുത്തുപോകാതെ അവൾ ഇസ്രായേലിലെ ദൈവസന്നിധിയിൽ ദൈവത്തോട് അവൾ പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞൊരു നേർച്ചയിട്ടു. ദൈവം അവിടെ പ്രാർത്ഥന കേട്ട് അവൾക്കൊരു മറുപടി കൊടുത്തു. അതാണ് ശമൂവേൽ. കണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എൻ്റെ മുമ്പിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കുടുംബം പോലും നശിച്ചു പോകത്തില്ല. പ്രാർത്ഥിക്കുന്നവരുടെ തലമുറ നശിച്ചു പോകത്തില്ല. ഏത് ദിശയിൽ കൂടി പിശാച് മറഞ്ഞിരുന്ന് നിന്റെ തലമുറയെ അപകടപ്പെടുത്താൻ നോക്കിയാൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആ ബന്ധനത്തെ ദൈവം അഴിക്കുക. ആ പ്രതികൂല ഒരു കുരുക്കിനകത്ത് കയറി ചെല്ലുന്നതിന് മുമ്പ് ആ കുരുക്കിനെ അതിന്റെ മുമ്പിൽ നിന്ന് അഴിക്കുക. കണ്ണുനീരിന്റെ മുമ്പിൽ ആമെ കരയുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകല് നിന്റെ വിടുതല. ഓ, നിന്റെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ച, നിന്റെ നന്മയെ ബന്ധിച്ച, നിന്റെ സാമ്പത്തിക ക്ലേശം കൊണ്ടിട്ട് നിന്റെ അവ സകല വഴിയും അടച്ച,
പിശാചിന്റെ ചില പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പൊ 18 വർഷം ഇവൾ പള്ളിയിൽ വന്നിരുന്ന് കരയുകയാ. എന്നതാ അവൾ കരയുന്നേ? കർത്താവേ, എന്റെ രോഗത്തെ സൗഖ്യമാക്കണമേ. ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അത് നിങ്ങളെ പോലെയല്ല. സ്തോത്രം പറഞ്ഞേ. വിശ്വാസത്തോടെയാ. 18 വർഷം ഒരു വിഷയത്തിന് വേണ്ടി ഒരു കൂനിയായ സഹോദരി അവൾ വില കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നിങ്ങളാണെങ്കിലോ? സ്തോത്രം പറഞ്ഞേ. നമ്മൾ നിവർന്ന് പട്ടാളത്തുകാർ നടന്നു പോകുന്നത് പോലെ കൈയും കാലും ഒക്കെ ആഞ്ഞു വീശി നടന്നു പോകുന്നവരാ. സ്തോത്രം. 7 ദിവസം സഭയിൽ തുടർമാനമായ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ 7 ദിവസവും സ്ഥിരമായി വരാത്ത അച്ചായമാരും അമ്മാമ്മമാരും ഉണ്ട്. സ്തോത്രം പറഞ്ഞേ. ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് കയറും. സ്തോത്രം. എന്ന് വെച്ചാൽ 7 ഇരുന്നാൽ നീ ചിലത് പൂർത്തീകരിക്കുമെന്നും ചിലത് പ്രാപിക്കുമെന്നും ഇന്നലകളിൽ നടക്കാത്ത ഏതോ ചിലത് അത് നിന്റെ തലമുറയുടെ വിഷയമാകാം. അത് നടക്കുമെന്ന് പിശാചിന് അറിയാം. അതുകൊണ്ട് 7 പൂർത്തീകരിക്കാതെ 21 പൂർത്തീകരിക്കാതെ ഏതെങ്കിലും 1 or 2 ദിവസം അതിനെ പിശാച് തെറ്റിപ്പിക്കും. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ നിനക്കെതിരെ അടിച്ചുവിട്ട നിന്ദകൾ, നിനക്കെതിരെ അടിച്ചുവിട്ട ചില പോരുകൾ, ചില പ്രതിസന്ധികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ അഴിയട്ടെ. ഹല്ലേലൂയ. ഉയരുകയില്ലെന്ന് നന്മ പ്രാപിക്കത്തില്ലെന്ന് നിനക്കെതിരെ വെല്ലുവിളിച്ച ഇസബേലിയ വ്യാപാരത്തെ ഇന്ന് പകൽ ശാസിക്കട്ടെ. 5 മിനിറ്റ് വേണ്ട എന്റെ ദൈവത്തിന് അന്തരീക്ഷത്തെ മാറ്റുക. കണ്ണുനീരൊഴുകി കരഞ്ഞ് വളരെ ഭാരത്തോടെ വളരെ സങ്കടത്തോടെ കഴിയുന്ന ദൈവവൈതലേ, ഇന്ന് പകൽ നിന്റെ വിടുതല. സ്തോത്രം. എല്ലാ ആഴ്ചയിലും ഈ സഹോദരി ദൈവാലയത്തിൽ വന്നിരുന്ന് കരയും. അവർ വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണമേ. നമ്മളിവിടെ വായിച്ചു 13-ാം അധ്യായം 10-ാം വാക്യം. വായിച്ചോ? ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ, സ്തോത്രം പറ, ആര് പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ? ആര് പ്രാർത്ഥിക്കുന്ന പള്ളിയിലാ ഉപദേശിച്ചു കൊണ്ടിരുന്നേ? ഒരു ശബത്തിൽ 18 വർഷം കൂനിയായ സഹോദരി അവൾ കടന്നുപോയി പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ അവക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി. സ്തോത്രം പറ. ഇന്ന് ചിലർക്ക് വേണ്ടി ചില വീടുകൾ എന്റെ ദൈവം ഇറങ്ങുക. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന വിഷയത്തിൽ ദൈവം ഇറങ്ങുക. നിന്റെ തലമുറയിൽ ദൈവത്തിന്റെ കരം തൊടും. ചില കുരുക്കുകൾ അഴിയും, ചില മന്ത്രവാദ കെട്ടുകൾ അഴിയും. ചിലത് ജപിച്ച് ബന്ധിച്ച കെട്ടുകൾ ഇന്ന് പകലിൽ പൊട്ടി മാറും. ചില രോഗങ്ങൾ ഇന്ന് പകലിൽ അഴിഞ്ഞു മാറും. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് ആ ദൂതങ്ങ് സ്വീകരിച്ച് ഏറ്റെടുക്ക. ഹല്ലേലൂയ. അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ 18 സംവത്സരമായി 18 വർഷക്കാലമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായോ ഒരു സ്ത്രീ ആ പള്ളിക്കകത്തുണ്ടായിരുന്നു. സ്തോത്രം. കണ്ടോ? നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരും. വർഷങ്ങൾ കൊണ്ട് കണ്ണുനീരൊഴുകി നെഞ്ചു പൊട്ടി കരയുന്ന ചില അപ്പന്മാർ, ചില അമ്മമാർ ഈ സന്ദേശം കേട്ടുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയോ. നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങാൻ പോകുകയോ. പെട്ടെന്നൊരു ഇടപെടൽ ഉണ്ടാകാൻ പോകുകയോ. ഇതുവരെ നടക്കാത്ത ചില വിഷയങ്ങൾ, ഇതുവരെ അഴിയാത്ത ചില കുരുക്കുകൾ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയോ. ഇന്ന് പകലിൽ ആ വിടുതൽ
നടക്കട്ടെ. എല്ലാവരും ശിരസിൽ കൈവച്ച് പറ, അത് എന്റെ തലമുറയിലാകട്ടെ, അത് എന്നിലാകട്ടെ, അതെന്റെ കുടുംബത്തിലാകട്ടെ, അതെന്റെ സഹോദരങ്ങളിലാകട്ടെ. എത്ര പേർ യാതൊരു പിടിച്ചെടുക്കാൻ പറ്റോ? ആ വിടുതൽ നടക്കാൻ പോകുകയാ. ശ്രദ്ധിച്ചേ, ആ ശബത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനം ആരാധിക്കുകയാണ്. ആ കൂട്ടത്തിന്റെ ഇടയിൽ ഈ രോഗാത്മാവ് ബാധിച്ച് ഒറ്റ നിവരുവാൻ കഴിയാത്ത ഈ കൂനിയെ യേശു കണ്ടു. അങ്ങനെയല്ലേ? യേശു അവളെ കണ്ടു. അടുക്കൽ വിളിച്ചു, ഹലോ സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അടിഞ്ഞിരിക്കുന്നു. സ്തോത്രം പറ. വിടുതലായില്ലാച്ചാ, വിടുതലായില്ലാച്ചാ. പക്ഷെ കളിയാക്കിയവരെല്ലാം ഫ്രണ്ടിൽ ഇരിക്കുകയാ. നിന്നെ കഴിഞ്ഞ നാളുകൾ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചവർ നിന്റെ അയൽവക്കത്ത് കിടക്കുകയാ. പക്ഷെ തമ്പുരാൻ എല്ലാവരും കണ്ട് അവളെ ഉച്ചിയിൽ കൈവച്ചു. നിന്റെ രോഗബന്ധനം അടിഞ്ഞിരിക്കുന്നു. ഈ ദൂത് ഞാൻ പ്രസ്താവിക്കുമ്പോൾ ചിലത് ചിലരുടെ മേൽ പതിപ്പിക്കുക ദൈവം, ചിലരുടെ മേൽ പതിപ്പിക്കുകയാ. യെസ്, അത് എന്റെ മേലാകട്ടെ. എത്ര പേർ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളവർ സ്വീകരിക്കും. അത് എന്റെ മേൽ പതിയട്ടെ, എന്റെ തലമുറയുടെ മേൽ പതിയട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കാലപ്പഴക്കമുള്ള ചില വിഷയങ്ങളെ, വർഷങ്ങൾ പഴക്കമുള്ള ചില വിഷയങ്ങളെ യേശുവിന്റെ കരം ഇറങ്ങുകയാണ്. യേശുവിന്റെ കരം തൊടുകയാണ്. കുരുങ്ങിക്കിടക്കുന്ന വിഷയത്തിന്റെ മേൽ യേശുവിന്റെ കരം ഇറങ്ങി വരുന്നത് ഞാനത് ആത്മാവിൽ കാണുകയാണ്. എത്ര പേർ അത് പിടിച്ചെടുക്കുന്നുണ്ട്? ഇനി ഒരു വെളിപ്പാട് പറയാം. ഈ രോഗാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗാത്മാവ് വിട്ടുപോകത്തില്ല. അച്ഛാ, മനസ്സിലായോ? രോഗാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗാത്മാവ് വിട്ടുപോകത്തില്ല. രോഗാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗാത്മാവ് വിട്ടുപോകത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? രോഗത്തിന്റെ ആത്മാവിനെ നോക്കി ശാസിക്കണം. ചിലത് ശാസിച്ചാലേ ഇറങ്ങത്തുള്ളൂ, ചിലത് ശാസിച്ചാലേ അമരത്തുള്ളൂ. പടകിൽ കയറി വന്ന തിരമാലകൾ അടങ്ങിയത്, കാറ്റടങ്ങിയത് യേശു അതിന്റെ നടുവിൽ എഴുന്നേറ്റ് പ്രകൃതിയെ ശാസിച്ചു. ഇന്ന് പകൽ നിനക്കെതിരെ ഓളമടിച്ച് ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾ, ആരോപണങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ചിലത് കീഴടങ്ങാൻ പോകുകയാ. ചിലത് കീഴടങ്ങട്ടെ. കരമടിച്ച് ഹല്ലേലൂയ. നിന്നെ ഒതുക്കിയിട്ട ഇടത്തു നിന്ന്, നിന്നെ ഒതുക്കിയിട്ട ഇടത്തു നിന്ന് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ചിലതിനെ ഒതുക്കിയിട്ട ഇടത്തു നിന്ന് ദൈവം തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. മനസ്സിലായില്ല? കഴിഞ്ഞ നാളുകളിൽ നിന്റെ പ്രാർത്ഥന കണ്ട്, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ബൈബിൾ വായന കണ്ട്, കഴിഞ്ഞ നാളുകളിൽ നിന്റെ പ്രവചനം കേട്ട് പിശാച് ലൂസിഫറിന്റെ വേഷമണിഞ്ഞ് നിന്നെ ഒതുക്കിയിട്ടെങ്കിൽ എന്റെ ദൈവം ഹല്ലേലൂയ ആ കെട്ടിനെ പൊട്ടിച്ചുകൊണ്ട് ചിലതിനെ ദൈവം ഇന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. കാലപ്പഴക്കം ചെന്ന ചില വിഷയത്തെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ രാമേ പറ. ഇന്ന് പകൽ നിന്റെ വിടുതല. നീ കണ്ണുനീരുമായി വന്നില്ലേ? നീ ഒത്തിരി കരഞ്ഞില്ലേ? ഇന്ന് പകൽ ഹല്ലേലൂയ നിന്റെ സന്തതികളിൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയാ. നിന്റെ തലമുറയിൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയാ. നിന്റെ തലമുറയിൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയാ. മറഞ്ഞിരിക്കുന്ന ചില കുട്ടിയിരിപ്പുകൾ, മറഞ്ഞിരിക്കുന്ന നിന്റെ ഭാവിക്ക് വിരുദ്ധമായി മറഞ്ഞിരിക്കുന്ന ചില പോരുകൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ, 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 അഴിയട്ടെ. യേശു ചെവിയിൽ തൊട്ടപ്പോൾ ഊമനും ബഹിരനുമായ ആത്മാവ് പുറത്തു വന്നവനെ തുപ്പി അതിനെ ശാസിക്കുമ്പോൾ അവൻ പുറത്തു പോയതുപോലെ ഇന്ന് പകൽ നിന്റെ ഭാവിക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ അടച്ചു കെട്ടിയ ചില മണ്ഡലങ്ങൾ ദൈവം പുറത്തെടുക്കുന്നു. യെസ്,
സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ. അമ്മാമേ, നിന്റെ തലമുറയെ വരിഞ്ഞു കെട്ടിയ ചില ബന്ധനങ്ങൾ, ആമേ, പ്രാർത്ഥിക്കുന്നവർക്കെതിരെ, ആമേ, ബൈബിൾ വായിക്കുന്നവർക്കെതിരെ, സുവിശേഷം പറഞ്ഞവർക്കെതിരെ, ആമേ, പ്രസംഗിക്കുന്നവർക്കെതിരെ പിശാച് മറച്ചു വെച്ച മണ്ഡലങ്ങൾ, എടാ ലൂസിഫർ, നിന്നെ ദൈവം കണ്ടു കഴിഞ്ഞു. ആമേ, നിന്റെ തലമുറയെ ദൈവം ഇന്ന് പുറത്തെടുക്കുകയാ. ആമേ, ഈ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ പ്രാപിച്ചോ. കരമടിച്ച് ദൈവസന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചോ. ഇതെന്റെ സമയമാ. എനിക്കെതിരെ വെല്ലുവിളിച്ച ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞുകൊണ്ടിരിക്കുകയാ. നിന്റെ ലൈഫിൽ, നിന്റെ തലമുറയിൽ, പരിശുദ്ധാത്മാവ് പറയുകയാ, നിന്റെ ലൈഫിൽ, നിന്റെ തലമുറയിൽ നീ ഇതുവരെ കാണാൻ കഴിയാത്തത് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നീ അത് അനുഭവിക്കാൻ പോകുകയാ. നീ അത് കാണാൻ പോകുകയാ. നിന്റെ ലൈഫിൽ നീ വിചാരിച്ച വിഷയങ്ങൾ നടക്കത്തില്ലെന്ന് പിശാച് നിന്നെ നോക്കി മന്ത്രിച്ചെങ്കിൽ അത് നടക്കാൻ പോകുകയാ. പോസിറ്റീവ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില തടസ്സങ്ങളെ ദൈവം പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. ചിലരുടെ തടസ്സങ്ങളെ ദൈവം പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. തടസ്സപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾ, ആമേൻ, നിന്റെ കണ്ണ് ചെന്ന് എത്തുവാൻ കഴിയാത്ത ഇടത്ത് കിടക്കുന്ന നിന്റെ ചില വിടുതലുകൾ, ഹലോ, നിന്റെ കണ്ണ് ചെന്ന് എത്തുവാൻ കഴിയാത്ത ഇടത്ത് കിടക്കുന്ന ചില ദൈവപ്രവർത്തികൾ, ആമേൻ, നിന്റെ പുരക്കകത്ത് അടുക്കാൻ പോകുകയാ. ഒരുപക്ഷെ നിന്റെ തലമുറ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ജീവിക്കുന്ന ഇടത്ത് നിന്നെ അടുപ്പിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ആരൊക്കെയോ അതിനെ മറച്ചു വെച്ചെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ചിലത് ദൈവം തുറന്നിടും. ആരൊക്കെ അതിനെതിരെ തടസ്സമായാൽ, ഏതൊക്കെ ശക്തികൾ, ഏത് മാനുഷിക വ്യക്തികൾ കൂടി മറഞ്ഞ് പ്രവർത്തിച്ചാൽ, നിനക്ക് വേണ്ടി ഒരു വാതിൽ ഇന്ന് പകൽ ദൈവം തുറക്കുന്നുണ്ട്. ഈ ദൂത് കേൾക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ആമേ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ട ചില വാതിലുകൾ ഈ ആരാധനയിൽ തുറക്കപ്പെടുന്നു. വേദപുസ്തകത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ വിളിച്ചു പറയുന്നു, ഇത് എന്റെ സ്വന്തം ശക്തിയല്ല, ദൈവത്തിന്റെ ദാനമായ ദൈവശക്തിയാ. എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് അത്യന്ത ശക്തിയാ. കരം ഉയർത്തി പറ, ഇത് അത്യന്ത ശക്തിയാ. അത്യന്ത ശക്തിക്കകത്താണ് നീ ഇരുന്ന് ഈ സാന്നിധ്യം അനുഭവിക്കുന്നതെങ്കിൽ നിന്റെ വിടുതലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കുറെ വർഷങ്ങളായി നിന്നെ കയ്പ് കുടിപ്പിച്ചവർ, പ്രൈസ് ദി ലോർഡ്, ആമേ, കണ്ണു തുറന്ന് ആമേ നിന്റെ മുമ്പിൽ വന്ന് സംസാരിച്ച് മടങ്ങിപ്പോയവർ, കെട്ടിപ്പിടിച്ച് ചുംബിച്ചു പോയവർ, ആമേ ഷേക്കേൻ്റെ തന്നുപോയവർ, ഇന്നും കാണുമ്പോൾ നന്നായിട്ട് ചിരിക്കുന്നവർ, ചിലരുടെ ഉള്ളിനകത്ത് കയ്പ. നിന്നെ കയ്പ് കുടിപ്പിച്ചവിടെ നടുവിൽ, അമ്മാമേ, പുനലൂരമ്മാമേ, നിന്നെ കയ്പ് കുടിപ്പിച്ചവിടെ നടുവിൽ ആമേ ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. കയ്പ് കുടിപ്പിച്ചവന്റെ മടയിൽ ദൈവ ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം അയക്കാൻ പോകുകയാ. നിന്റെ തകർച്ചയെ മാറ്റിത്തരുന്ന ആമേ ഹല്ലേലൂയ വഴി ദൈവം തുറക്കും. നിന്റെ തകർച്ചയെ, നിന്റെ ഞെരുക്കത്തെ, നിന്റെ പ്രതികൂലത്തെ ആമേ ഹല്ലേലൂയ മാറ്റിത്തരുന്ന വഴി ആമേ അച്ഛാ അമ്മാമേ കർത്താവ് നിനക്ക് തുറന്നു തരാൻ പോകുകയാ. കരമടിച്ചെന്ന് സ്വീകരിക്കുക ദൂത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും പറയുന്നു നിന്നെ മുമ്പോട്ട് വിടത്തില്ല, ആമേൻ, ആരാധനയ്ക്ക് കേറത്തില്ല, ആരാധന ഞാൻ അനുഭവിക്കത്തില്ല, അവളെ ആരാധനയ്ക്കകത്ത് ഇരുത്തത്തില്ല. എടാ, ആരാധനയ്ക്കകത്ത് ഇരുത്തിയില്ലെങ്കിൽ ആരാധന കേൾപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്നെ പിടിച്ച് അടക്കി വെച്ച ചില കെട്ടുകൾ, നിന്നെ പിടിച്ച് ബന്ധിച്ച ചില നുകങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ പകലിൽ അഴിയുന്നു. ദൈവത്തിന്റെ ദൂതൻ, കോടാനുകൂടി ദൂതൻ ഇറങ്ങട്ടെ. എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, എന്റെ സഹോദരങ്ങൾക്കെതിരെ, എന്റെ മക്കൾക്കെതിരെ, എന്റെ കൊച്ചുമക്കൾക്കെതിരെ വാദിക്കുന്ന ചില വാദഗതികൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. തകർച്ചയെ മാറ്റുന്ന ദൈവശക്തി, തകർച്ചയെ മാറ്റുന്ന ദൈവശക്തി. ആമേൻ, ഹല്ലേലൂയ.
നിന്റെ വഴിയെ മുടക്കിയ ആ ശത്രുവിനെ ദൈവം പുറത്താക്കുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭാവിയെ മുടക്കിയ, നിന്റെ നന്മയെ മുടക്കിയ, നിന്റെ ഭാവിയെ മുടക്കിയ, നിന്റെ നന്മയെ മുടക്കിയ ചില വഴികൾ ദൈവവിധ തുറന്നിടുന്നു. യെസ്, കരമടിച്ചു കരമടിച്ചു. ഓ കണ്ണുനീരൊഴുകി കരയുന്ന വിഷയം 2025 അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ ഒരു ഓപ്പണിംഗ് നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ മോളെ പരിശുദ്ധമ്മ പറയുന്നു, കയ്പ് കുടിപ്പിച്ചവരുണ്ട് നിന്റെ മുമ്പിൽ. നിന്റെ കയ്പ് കുടിപ്പിച്ച് വീട്ടിനകത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞ 34 വർഷത്തിലധികമായി നിന്നെ ഒതുക്കി വെച്ച ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽ നിന്നിൽ നിന്ന് അടിയുകയാ. കരമടിച്ച് സ്വീകരിക്കുക. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. ശക്തമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് വാദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കുടുംബത്തോട് വാദിക്കുന്ന ചില പിശാചിന്റെ അവകാശവാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. ആരുടെയോ വീടും പറമ്പും, ഒരുപക്ഷെ അവരെ ഈ യോഗത്തിലില്ല, ഒരുപക്ഷെ യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ വീടും പറമ്പും ചെത്തിക്കിട്ടിരിക്കുകയാ. നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചു. 1-ാം ഘട്ടം ഒട്ടിച്ചു പോയി. 3-ാം റൗണ്ട് നിന്നെ ഇറക്കി വിടാൻ പദ്ധതി ഒരുക്കി. അധികാരികളിൽ കൂടി സാത്താൻ മറഞ്ഞിരിക്കുമ്പോൾ ആ ജപ്തിയെ നിന്റെ മുമ്പിൽ നിന്ന് ഒഴിവാക്കി ദൈവം തരും. ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു, ആ ജപ്തിയെ ദൈവം ഒഴിവാക്കി തരും. യെസ്, കർത്താവ് ഇറങ്ങിയാൽ ഹല്ലേലൂയ, വിടുതൽ നടക്കേണ്ടടുത്ത് ദൈവം വിടുതൽ അയച്ച് ദൈവം നിന്നെ ഉയർത്തും. യെസ്, ഹല്ലേലൂയ. പിശാചേ, എന്റെ ദൈവത്തിന്റെ മുൻപിൽ വരുന്നവരെ അവൻ നിരാശരായി വിടത്തില്ല. അവന്റെ മുമ്പിൽ മാന്യതയുണ്ട്, ജ്ഞാനമുണ്ട്, വഴി ഓപ്പണിംഗ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ധനവും മാനവും പുരാതന സമ്പത്തും ഒക്കെ എൻ്റെ അപ്പൻ്റെ കൈവശം ഉണ്ടെന്ന്. അത് പ്രാപിക്കാം നിനക്ക്. ഹല്ലേലൂയ. ആമേ, സ്തോത്ര. യോഗ്യത ഉണ്ടോ? ഉണ്ടെങ്കിൽ കരമടിച്ച് സ്വീകരിക്കേ. ആമേ, ഇതുവരെ നിനക്ക് ആരും ഒരു മാന്യത തന്നില്ലെങ്കിൽ, ആരും നിന്നെ ഹല്ലേലൂയ കൈക്കൊണ്ടില്ലെങ്കിലോ അവന്റെ അടുക്കൽ ഹല്ലേലൂയ മാന്യത ഉണ്ട്, ധനമുണ്ട്, മാന്യത ഉണ്ട്, പുരാതന സമ്പത്തുണ്ട്. ഹല്ലേലൂയ. അവന്റെ മക്കൾ നീതിയുമുണ്ട്. ചില കുടുംബങ്ങളിൽ നീതി വെളിപ്പെടട്ടെ, നീതി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകളായി നിന്നെ അടച്ചിട്ടിരിക്കുന്ന ചില മേഖലയ്ക്കകത്ത് ദൈവം ചിലതിനെ കെട്ടുകളെ അഴിച്ച് പുറത്തു കൊണ്ടുവന്ന് ഈ വാഗ്ദത്തത്തിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോകുകയാ. 2025 7-ാം മാസം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി മറുപടിയുടെ മാസമാണ് 7-ാം മാസം. ആ 7-ാം മാസത്തിന്റെ പ്രത്യേകത എത്ര പേർക്ക് പിടിച്ചെടുക്കാൻ കഴിയുമോ? ഇന്ന് പോൽക്കാലം പിടിച്ചെടുക്കുന്ന ദൈവമക്കൾക്ക് വിടുതലോ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ അച്ഛാ. ആരും വിചാരിച്ചില്ല അച്ഛാ, ആരും പ്രതീക്ഷിച്ചില്ല അച്ഛാ, വിശുദ്ധ സഭാരാധനയിൽ കർത്താവ് ഇറങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു തുടങ്ങും. ഡയറക്റ്റായി ഇറങ്ങേണ്ടടുത്ത് അവൻ ഡയറക്റ്റായി ഇറങ്ങും. കുളത്തിൽ നോക്കി കിടന്നവനാണെങ്കിൽ ഇവന്റെ വിടുതല് ഡയറക്റ്റാ. ചിലത് അതാ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഡയറക്റ്റ് വിടുതല. ഓ, കൈ വരണ്ട, ദൈവദാസൻ വരണ്ട. പക്ഷെ നിന്റെ ആരമനക്കകത്ത്, നിന്റെ ഓഫീസിനകത്ത്, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആ വിടുതൽ നടക്കാൻ പോകുകയോ, അത് നടന്നുകൊണ്ടിരിക്കുകയോ. കരമടിച്ച് ചിലത് അടിയുന്നു, ചിലത് അടിയാൻ സമയമായി, ചിലത് പൊട്ടാൻ സമയമായി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആരും പ്രതീക്ഷിച്ചില്ല സഭാരാധനയിൽ കർത്താവ് ഇറങ്ങുമെന്ന്. ആമേൻ. 18 വർഷം കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയത്തിന്റെ മറുപടി തമ്പുരാൻ വിശുദ്ധ സഭായോഗത്തിൽ ഇറങ്ങി. അത്രയും പേരുടെ ഇടയിൽ
ആ പ്രാർത്ഥിച്ച് കരഞ്ഞവളെ യേശു കണ്ടെങ്കിൽ ഇന്ന് പകല് നീ കൊണ്ടുവന്നിരിക്കുന്ന വിഷയം ദൈവം കണ്ടിരിക്കുകയാ. നീ കൊണ്ടുവന്ന വിഷയത്തിൻ്റെ മറുപടിയുമായിട്ടേ നീ പുരക്കകത്ത് കാലി ചവിട്ടത്തുള്ളൂ. നിറ കണ്ണുകളോടെ ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാ. പരിശുദ്ധാത്മ ഒരു വെളിപ്പാടെന്നെ കാണിക്കുന്നു. ഒരു വൃക്ഷത്തിൽ കാട്ടുവള്ളി ചുറ്റിക്കിടക്കുന്നത് പോലെ അതിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ കയറി അതിനെ അടിച്ച് നിലത്തിറക്കുന്നത് പോലെ ചില കുടുംബങ്ങൾ എന്തൊക്കെയോ ദൈവം അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാ. ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാ. അത് തലമുറയുടെ മേലുള്ള കെട്ടുകളാകാം, തലമുറയുടെ ഭാവിയാകാം, നിന്റെ തൊഴിലാകാം. ഇന്ന് പകൽക്കാലം കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പലവിധമായ വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ വിടുതല, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ ഞാൻ ഇവിടെ പറയുന്നത്. ആമേ. അതാ ചിലത് അഴിഞ്ഞുകൊണ്ടിരിക്കുകയോ. നിന്റെ വിഷയത്തിൽ കരഞ്ഞുകൊണ്ടാണ് ഈ പ്രയർ ഹാളിൽ നീ വന്നതെങ്കിൽ ആമേ, ചിരിക്കേണ്ട സമയം. നിന്റെ ഗ്രഹം മുഴുവനും, നിന്റെ കുടുംബം മുഴുവനും, നിന്റെ മക്കൾ എല്ലാവരും യുകെയിലാണോ, ഇംഗ്ലണ്ടിലാണോ, ദുബായിലാണോ, ഷാർജയിലാണോ, എല്ലാവർക്കും ചിരിക്കത്തക്ക നിലവാരത്തിൽ ദൈവം ഒരു വഴി തുറക്കാൻ പോകുകയാ. കരമടിച്ച് അല്ലേ നിന്റെ കുടുംബത്തിന്മേലുള്ള എല്ലാ പോരുകളെയും ദൈവം അഴിച്ച് ഇന്ന് പകൽക്കാല ആമേ ചിലത് ദൈവം കത്തിച്ച് ചിലതിനെ പൊട്ടിച്ച് ഇന്ന് പകലൊരു വിശാലത ചില കുടുംബങ്ങളിലേക്ക് ദൈവം അയക്കുകയാ. കാലപ്പഴക്കം ചെന്ന ചില വിഷയത്തിന്റെ മറുപടി എന്റെ ദൈവം അയച്ചു കഴിഞ്ഞു. ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞ് സന്തോഷത്തോടൊന്ന് ചാടി എഴുന്നേറ്റ്. 18 വർഷമായി ഒരു രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവൾ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഇടങ്ങളിൽ കടന്നുപോയി, മറുപടിയില്ല. എന്നാൽ അവൾ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അവളെ രോഗത്തിൽ നിന്നും വിടുതലയച്ചു. പ്രൈസ് ദി ലോർഡ്. 18 വർഷത്തിന്റെ മറുപടി ഒറ്റ നിമിഷം 5 മിനിറ്റ് എടുത്തില്ല. ദൈവം അവളെ സൗഖ്യമാക്കി. വിശ്വസിക്കുക ദൈവമക്കളെ. നമ്മൾ ഒരുമിച്ച് നിങ്ങൾ ഇരിക്കുന്ന ആ ക്യാപ്പ് വിട്ട്, ആ ചെയർ വിട്ട് എല്ലാവരും ഫ്രണ്ടിലേക്ക് ഒരുമിച്ച് കയറി നിന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുക. ഹല്ലേലൂയ പാട്ട് പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനൊരു വിടുതലുമായിട്ട് കടന്നു പോകത്തുള്ളൂ. ഇന്ന് പകൽ ഒരു വിടുതലുമായി കടന്നു പോകത്തുള്ളൂ. അവനെ അക്ഷരീയമായി അവനെ രോഗം ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് കടന്നു വന്നേ. കർത്താവ് രോഗികളെ തൊടാൻ പോവുകയാണ്. അവൻ ഒരു ദൈവദാസന്റെ കൈയല്ല അവിടെ വരുന്നത്, കർത്താവിന്റെ കരമാകുന്ന തൊടാൻ പോകുന്നത്. കരമരിച്ച് Yeah.
ശിരസിലേക്ക് ഒന്ന് പതിപ്പിച്ചേ. ദൈവമേ, യെഹെസ്കേലിനോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഈ അസ്ഥി ജീവിക്കുമോ? യെഹെസ്കേലിന്റെ മറുപടി ദൈവത്തോട്, കർത്താവേ, നീ സകലവും അറിയുന്നു, നിനക്ക് സകലവും അറിയാം, ഇപ്പോഴത്തെ സാഹചര്യം നിനക്കറിയാം. ഉടനെ യഹോവയുടെ കൈ യെഹെസ്കേലിന്റെ മേൽ വന്നു. ചെതറിക്കിടന്നതിനെ ദൈവം യോജിപ്പിച്ചു. സാധ്യതയില്ലാതെ കിടന്നതിനെ ദൈവം ഒരുക്കിയെടുത്തു. സാധ്യത ഉണ്ടെന്നെ ഇന്ന് പകൽ കൈവിട്ടുപോയ ചില വിഷയം ചിലരെ കാണിക്കും കേട്ടോ. അവയെ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന അതിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയുമായി കണക്ട് ചെയ്ത് ചില കുരുക്കിനകത്ത് നിന്റെ തലമുറയെ കുരുക്കിയിരിക്കുകയില്ല. ഈ ദൂത് പറയുമ്പോൾ തന്നെ കർത്താവ് ആ കെട്ടുകളെ അടിച്ചു തരിക. ഒരുപക്ഷെ നീ കണ്ണുനീരൊഴുകി ഉപവസിച്ച് വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച് കരയുന്നവളാ. നിന്റെ കണ്ണുനീരിന്റെ മറുപടി ദൈവം വേഗത്തിൽ വെളിപ്പെടുത്തുന്നില്ല. കർത്താവേ, വിട്ടുമാറാത്ത രോഗബന്ധനങ്ങൾ, വിട്ടുമാറാത്ത ചില വ്യാധികൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം അത്ഭുതം ചെയ്യുന്നത് ക്രൂശിന്റെ മറവിൽ ദൈവം വഹിച്ചു കൊള്ളണം. ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് നന്ദി പറയുന്നു. ഈ ജനത്തെ ദൈവം ബ്ലെസ് ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥനയുടെ കർത്താവിന് കരമുയർത്തി മഹത്വം കൊടുക്കാം. ആശീർവാദങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ കാവലും നമ്മൾ അനുഭവിച്ച മകനീയമായ ശുശ്രൂഷകളും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ.